ഇപ്പോൾ ജി സുധാകരൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ ദൃശ്യത്തിലേക്ക്. പ്രചരണ പരിപാടി ഇതുപോലെ നടന്നുകൊണ്ടിരിക്കുന്നത്, അതിന് തടസ്സമൊന്നുമില്ല. അല്ല, അതൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. പറയാനൊന്നുമില്ല മുൻകൂട്ടി. ഞാൻ കേട്ടില്ല. അദ്ദേഹം നേരെ പിടിച്ച് വായിച്ചുകൊണ്ടാണ് ഇങ്ങനായിപ്പോയത്. അദ്ദേഹം ഇവിടെ ഒരു 10 മിനിറ്റൊക്കെ പ്രസംഗിച്ചാൽ എനിക്ക് 5000 വോട്ട് കൂടും. ഇതാ പ്രസംഗം. അമ്പലപ്പുഴയൊന്നും വിജയരാഘവൻ അറിയില്ല. ആലപ്പുഴ കമ്മിറ്റി കൂടാൻ വന്നിട്ടേ ഉള്ളൂ ചാർജായിട്ട്. നാടിനെ പറ്റിയൊന്നും അറിയില്ല. അതുകൊണ്ട് വിജയരാഘവൻ എന്തെങ്കിലും പറഞ്ഞിട്ട് പൊക്കോട്ടെ, ആ പാവത്തന്നെ വിട്ടേരും. ഈ മുഖ്യമന്ത്രിയുടെ ഫോൺ കോൾ താങ്കൾ കാണാതിരുന്നത് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അല്ല, പത്രത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു, ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. മറുപടി ഞാനിവിടെ പറഞ്ഞല്ലോ, നിങ്ങൾ കേട്ടോണ്ടിരിക്കല്ലേ? അല്ല, വെളിയിൽ മൈക്കുണ്ടായിരുന്നല്ലോ. അതൊക്കെ പിന്നീട് പറയാം. പിടിക്കണ്ട. മറുപടി ഉള്ളപ്പോൾ ഞാൻ പറഞ്ഞോളാം കേട്ടോ, ഞാൻ പറഞ്ഞോളാം. നിങ്ങളുടെ ടോണി ലൂക്കോസ് എന്ന മുഖ്യമന്ത്രിയോട് എനിക്കെതിരെ പറയാൻ വേണ്ടി ഒരു ചോദ്യം ചോദിച്ചല്ലോ. എനിക്കെതിരെ പറയാൻ വേണ്ടി ലീഡിങ് ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് പറയും. ആൻസർ അതിലുണ്ട്. അത് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു. അതുപോലെ എന്നോട് ചോദിക്കണ്ട. ടോണി ലൂക്കോസ് ആവണ്ട കേട്ടോ. പോണമെന്ന് ഞാൻ പറഞ്ഞു. കാരണം അനാവശ്യമായിട്ട് അത് സ്റ്റേറ്റ്മെൻറ്റ്. സി പി ഐയിൽ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. ബിനോയ് വിശ്വത്തിന് ഇല്ലാത്ത സൂക്കട അയക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. 6000 വോട്ട് കഷ്ടിച്ചാണ് അയാൾ ജയിച്ചത്. 18000 വോട്ടിന് ആ നല്ലവനായ നമ്മുടെ അദ്ദേഹത്തിൻ്റെ പേര് സൂര്യ കിടക്കുന്നത് ചിലവത്തവൻ ജയിച്ചെടുത്ത് നൂറിനാട്ടുകാരനായ പ്രസാദ് ഇവിടെ വന്ന് വെറും 6000 വോട്ടിനാണ് ജയിച്ചത്. അതൊരു കൊച്ചു പയ്യനോട്. അതുപോലും അയാൾ ഓർത്തില്ല. അയാളുടെ വിജയം തുലാസിലാണ്. ഞാൻ അയാൾക്കെതിരെ ഒന്നും പറയാൻ ഉദ്ദേശിച്ചല്ല. ഞാൻ ഒരു സ്ഥലത്തും പ്രസംഗിക്കാൻ പോകുന്നില്ല. വേറെ ഞാൻ അങ്ങനെ ഒന്നും തീരുമാനിച്ചിട്ടേ ഇല്ല. മനസ്സിലായോ? എനിക്ക് വേണമെങ്കിൽ ജില്ല കൂടെ നിന്ന് പ്രസംഗിക്കാം, കുറേ സീറ്റൊക്കെ തോന്നും. ഒന്നും ഞാൻ ചെയ്യുന്നില്ല. പറയാനുള്ളത് പറഞ്ഞു. എല്ലാവരും സ്വയം ക്ഷണിച്ചു വരുത്തുകയാണ്. അതുകൊണ്ട് പ്രസാദിന് ഉരുത്തമില്ല. അല്ലെ പിന്നെ എനിക്കെതിരെ പറയേണ്ട കാര്യം എന്താണ്? പറ. എന്നെ കമ്മ്യൂണിസം പഠിപ്പിക്കുക പുള്ളി. എനിക്ക് പാർലമെൻറ്റ് വ്യാമോഹമാണ്. പുള്ളിക്കെന്തുവാ പിന്നെ എന്തിൻ്റെ വ്യാമോഹം തന്നെയാണ് മനസ്സിലാക്കുന്നത്? രണ്ടാമത് ഇവിടെ വന്നിട്ട് അത് അയാളുടെ നാട് പോലും അല്ല. അവിടെ ഹരിപ്പാട് മുമ്പ് ചെന്നിത്തലയോട് 2 തവണ തോറ്റതല്ലേ? അല്ലേ? നാട് മുഴുവൻ ഓടി നടന്ന് മത്സരിച്ചിട്ട് അവസാനം ചേർത്തല വന്നാൽ രക്ഷപ്പെട്ടത്. അത് 18,000 6,000 അല്ലെ 7,000 അയാൾ ചെവിക്ക് നുള്ളിക്കോട്ടെ. ഇതിലൊക്കെ തിരിച്ചടി കൊടുക്കും ജനങ്ങൾ. ഞങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന ജനങ്ങളല്ലേ ഇവിടെ ഉള്ളത്. അല്ല, പ്രസാദം ഇലക്ഷൻ മത്സരിക്കാൻ വേണ്ടി വന്നുള്ളതല്ലേ? ഇവിടുത്തെ കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളുടെ കൂടെ നിന്ന് തങ്കപ്പൻ്റെ തലവെട്ടി എടുത്തപ്പോഴേ ഞാനവിടെ താലൂക്ക് സെക്രട്ടറിയാണ്. പ്രസാദിന് അറിയാം. പ്രസാദ് തുണിയില്ലാതെ ഓടും. ആ സമയത്ത് പ്രസാദായിരുന്നു മുണ്ടുരിഞ്ഞ് കളഞ്ഞിട്ട് ഓടും. അവിടെ ജി സുധാകരനെ കമ്മ്യൂണിസം പഠിപ്പിക്കാനൊന്നും വരണ്ട. സ്വയം അവിടെ ജയിക്കാൻ പറ്റുമെന്ന് നോക്ക്. ഒരു ശത്രുവല്ലാത്ത എന്നെ, എനിപ്പോഴും ശത്രുവൊന്നും അല്ലെങ്കിലും അയാൾ അന്യായം പറഞ്ഞു. അന്യായത്തിനുള്ളൊരു പ്രതികരണമാണ് നടത്തിയത്. അവിടെ പോയി 2 മീറ്റിംഗ് പ്രസംഗിക്കണമെന്നുണ്ട്. ഞാൻ തീരുമാനം എടുത്തിട്ടില്ല. അത് പറയാം. ഒരു ഇന്റർവ്യൂവിൽ സാധാരണ ഒരു ചോദ്യത്തിനാണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. സാധാരണഗതിയിലുള്ള ചോദ്യമൊന്നും അല്ല സാറേ. സാധാരണഗതിയല്ല. ലീഡിങ് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അല്ല, ലീഡിങ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് നിയമം അറിയാത്തില്ല. നിങ്ങൾ പറയുന്നത് കേൾക്കുന്നത് ലീഡിങ് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടാണെന്ന് അങ്ങനെ പറഞ്ഞത്. അത് ഉത്തരവ് അതിനകത്ത് തന്നെ ഉണ്ട് ചോദ്യത്തിൽ. അതുപോലുള്ള ഉത്തരം പറയാനാണ്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകാത്തതുകൊണ്ട് നമ്മൾ തർക്കിക്കാണ് നമ്മൾ തമ്മിൽ. അത് മുഖ്യമന്ത്രിയോട് നിങ്ങൾ ചോദിച്ചു നോക്കാം. എന്നോടൊന്ന് അല്ല, ഞാൻ ചോദിച്ചല്ലോ. ലീഡിങ് ക്വസ്റ്റ്യൻ ചോദിച്ചെന്ന് പറഞ്ഞല്ലേ? ലീഡിങ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടില്ല. പറയട്ടെ, നിങ്ങളുടെ അറിവില്ലായ്മ ഈ കാര്യത്തിൽ അറിവുള്ള ഞാനും നമ്മൾ യോജിക്കത്തില്ല. നിയമത്തിൽ കോടതിയിൽ ലീഡിങ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടില്ല. ജഡ്ജി തടയും. അതായത് ഇന്ന ആൻസർ പറയണം എന്ന അർത്ഥത്തിൽ ചോദിക്കാൻ പാടില്ല. അപ്പോൾ അദ്ദേഹത്തോട് എനിക്കെതിരെ ഷാർപ്പായി പറയുന്നതിനുള്ള ചോദ്യമാണ്. ആ ചോദ്യം നിങ്ങൾ കേട്ട് നോക്ക്. അപ്പോഴേ ഞാൻ മുദ്രിച്ചാൽ കൊള്ളാമല്ലോ ഈ ലൂക്കോസ്. എന്നിട്ട് എൻ്റെ ഇൻ്റർവ്യൂവിന് നാളെ അയച്ചിരിക്കുക. അദ്ദേഹത്തെ നേരെ എന്തോ അതിൻ്റെ പേര് എന്നെ ആളെ എന്തിനാണ്? ഞാൻ പോകത്തില്ല. എനിക്ക് മനോരമയോട്
തികഞ്ഞ ഇതുകൊണ്ട് പിന്നെ ഫിലിപ്പാച്ചു സാർ എന്നെ വിളിച്ചിരുന്ന 1 മാസം മുമ്പ് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വേണം നല്ല റിപ്പോർട്ട് കൊടുത്താൽ മതി. അതവർ കൊടുക്കുന്നുണ്ട്. ഇതല്ല, അവരുടെ തന്നെ നയത്തിനെതിരായിട്ടാണ്. ഈ ജോണി ലൂക്കോസ് നല്ല റിപ്പോർട്ടറാണ്, പക്ഷേ ചിലപ്പോൾ ഇങ്ങനെ പറ്റും. സാറേ, മുഖ്യമന്ത്രിയോടുള്ള ഇന്റർവ്യൂവിൽ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങളത് അല്ല, നിങ്ങൾ പിന്നെയും പറഞ്ഞത് കാരണം നിങ്ങൾ അതിലെ ജീവനക്കാരനായതുകൊണ്ട് അതാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് വേണം. യു ആർ ആൻ ഇൻട്രസ്റ്റഡ് പാർട്ടി. സോ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, യു ആർ ആൻ ഇൻട്രസ്റ്റഡ് പാർട്ടി, സോ ഐ വിൽ നോട്ട് ആൻസർ യു ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ആരും പിടിക്കണ്ട, നിങ്ങളൊന്ന് ഒതുങ്ങി കൊടുക്കരുത്. ജി സുധാകരനാണ് മാധ്യമപ്രവർത്തകരെ കണ്ടത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് ക്ഷുഭിതനായ രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായത്. മാധ്യമപ്രവർത്തകരെ തിരുത്തുന്നു, സാധാരണഗതിയിലുള്ള ചോദ്യമായിരുന്നില്ല ചോദിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. രാഷ്ട്രീയ ചറ്റത്തരം എന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിലാണ് ജി സുധാകരന്റെ മറുപടി.